എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ എൻ ജീവനേ താളും നീ വലിയതാണെനിക്ക് എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ഈ ഒരു വർഷം മുഴുവൻ നമ്മളെ പരിപാലിച്ച ഈ തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സർവസ്വത്തെയും മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥതയോടുകൂടെ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി നമുക്കും ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗം വിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന നമ്മുടെ ഈശോ തമ്പുരാന്റെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ നാം ഈ നിമിഷമായിരിക്കുക. വചനം മാംസമായി നമ്മുടെ ഇടയിൽ അവതരിച്ച ഈ മഹാത്ഭുതത്തെ മനുഷ്യന്റെ ചിന്തകൾ കൊണ്ട് എത്ര ചിന്തിച്ചാലും മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നതല്ല. മനുഷ്യന്റെ യുക്തിയോ ബുദ്ധിയോ ഒന്നും ദൈവികമായ കാഴ്ചപ്പാടുകളിൽ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ നാം തമ്പുരാന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മെ സ്നേഹിക്കുന്ന ഈ ദൈവത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. ഉണ്ണീശോയെ ധ്യാനിക്കുന്ന ഈ കാലഘട്ടം, ക്രിസ്മസ് കാലഘട്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ്. ഒരു സുപ്രഭാതത്തിൻ്റെ ഫലമല്ല ക്രിസ്മസ്, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ദൈവജനത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഉത്തരമാണ് ക്രിസ്തുവിൻ്റെ ജന്മദിനം, ക്രിസ്തുമസ്. തമ്പുരാൻ എൻ്റെ വീട്ടിൽ ജനിക്കുമെന്ന് യഹൂദജനം വിശ്വസിച്ചിരുന്ന കാലഘട്ടം. ദൈവം തിരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മയാണ്. പാവപ്പെട്ട ഒരു ബാലിക
ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി സദാസമയം അവൾ പ്രാർത്ഥനയിലായിരുന്നു. ദൈവം തിരഞ്ഞെടുത്തത് കൊട്ടാരങ്ങളുടെ മട്ടുപ്പാവുകളിൽ അന്തപുരങ്ങളിലൊക്കെ താമസിക്കുന്ന രാജകൊട്ടാരത്തിൻ്റെ പ്രതീതിയുള്ള ഒരു ഭവനമായിരുന്നില്ല, മറിച്ച് തന്നോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുന്ന പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന പാവപ്പെട്ട മേരി എന്ന ബാലികയാണ്. 13-14 വയസ്സിനുള്ളിൽ പരിശുദ്ധ അമ്മ ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുദ്ധരിക്കുവാനായിട്ട് കാരണമായത് ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുവാനായി ആ രീതിയിൽ ജീവിച്ചു പോകുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് തമ്പുരാൻ്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ ഞാൻ എപ്രകാരമാണ് ഈ കഴിഞ്ഞ 25 ദിവസങ്ങൾ എൻ്റെ തമ്പുരാനെ ചേർത്ത് വെച്ച് ഞാൻ ഒരുങ്ങിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. സ്വർഗം ഭൂമിയിലേക്ക് അവതരിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും ആ ഒരു കൂട്ടായ്മയും ഒരുമയും ഈശോയുടെ ജന്മദിനത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ആരാധന വേളയിൽ പുണ്യതമ്പുരാനെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ കുറവുകൾ പരിഗണിക്കാതെ ഞങ്ങളെ സഹായിക്കുവാൻ വേണ്ടി, ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി, നിന്നിലേക്ക് ചേർത്ത് നിർത്തുവാൻ വേണ്ടി നീ കാണിച്ച അപരിമേയമായ നിന്റെ കൃപാസമൃദ്ധിയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നുവെന്ന ഹൃദയത്തിൽ തമ്പുരാനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. തമ്പുരാനോട് ചേർന്ന് നമുക്കും ഒന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സമയത്ത് പിതാവായ ദൈവത്തിന് ആരാധന, പുത്രനെ അങ്ങേക്ക് ആരാധന, പരിശുദ്ധാത്മാവേ നിനക്ക് പിതാവാം ദൈവത്തിന് ആരാധന, ഹല്ലേലൂയ. പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. നമുക്കൊന്ന് ചേർന്ന് പാടാം. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, പരിശുദ്ധാത്മാവേ ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന, 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 പരിശുദ്ധാത്മാവേ ആരാധന, പിതാവായ ദൈവമേ, ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ഈശോയുടെ ബർത്ത്ഡേ, ഈശോയുടെ ജന്മദിനം ഈ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട മകനെ, മകളെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവം വെളിപ്പെട്ടതും ദൈവം ഇടപെട്ടതും ദൈവത്തിങ്കിലേക്ക് മനുഷ്യർ കടന്നു ചെന്നതുമെല്ലാം ദൈവത്തെ വിശ്വസിച്ചവരിലൂടെയാണ്. ദൈവത്തെ കണ്ടവരും
ദൈവം കണ്ടവരും സൗഖ്യം പ്രാപിച്ചുവെന്ന് നമുക്ക് തിരുവചന ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. തമ്പുരാനെ കണ്ണടച്ച് വിശ്വസിച്ച പരിശുദ്ധി അമ്മയും ഇസ്രയേലിന് ലോകരക്ഷകനായി കടന്നു വന്നിരിക്കുന്ന ഈശോ തമ്പുരാനുമൊക്കെ ഇന്ന സ്ഥലത്ത് ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന ആട്ടിടയരും ദൈവത്തെ അന്വേഷിച്ച കാതങ്ങളോടെ നടന്നു വന്ന പൂജാരാജാക്കന്മാരുമൊക്കെ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ആ വിശ്വാസത്തിൽ അടിയുറച്ച് കാത്തിരുന്ന് കടന്നു വന്നവരാണ്. ദൈവം അവരിലൂടെയാണ് അനേകർക്ക് പ്രകാശമായി മാറിയത്. ഈശോ വിളിച്ചപ്പോൾ ഓടിച്ചെന്ന അപ്പസ്തോല ഗണങ്ങളും ഇന്ന് ലോകമൊട്ടുക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന നമ്മുടെ വിശ്വാസവുമൊക്കെ പ്രിയപ്പെട്ടവരെ എളിമയുടെയും ദൈവത്തെ അവിശ്വസിക്കാത്തതിൻ്റെയും ദൈവത്തോട് ചേർന്ന് നിന്നതിൻ്റെയും ഒക്കെ ബാക്കി പത്രങ്ങളാണ്. ഈ നിമിഷം തമ്പുരാൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് നമ്മെ തന്നെയും ഒന്ന് ചിന്തിച്ച് നോക്കാം. എൻ്റെ വിശ്വാസം ദൈവത്തിലെ പ്രകാരമാണ്. ഈ 25 ദിനങ്ങൾ ഞാൻ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ഞാനെടുത്ത നോമ്പ് കാലത്തിലൂടെ കടന്നുപോയി. ഇന്ന് തമ്പുരാൻ്റെ ഈ ജന്മദിനത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഒരു ജനം ദൈവത്തെ പ്രതീക്ഷിച്ച് രക്ഷകനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നതിൻ്റെ പ്രതീകമായി ഞാനും ഈ 25 ദിവസങ്ങൾ തമ്പുരാൻ്റെ മുമ്പിലൂടെ കടന്നു പോന്നിട്ട് എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിച്ച പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിലാണ് ദൈവം ഇടപെട്ടത്. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തിൽ കുറവ് വരുത്താതെ വളർന്നു വന്ന യൗസേ പിതാവ് തമ്പുരാന്റെ ഹിതം മനസ്സിലാക്കിയത് സ്വപ്നത്തിലൂടെയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. തമ്പുരാന്റെ ഹിതം എപ്രകാരമാണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. പക്ഷേ അവിടുത്തോട് ചേർന്ന് നിന്നാൽ അവർ പ്രകാശിതരാകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അപ്രകാരമാണ്. ദൈവത്തോട് ചേർന്ന് നിന്നവർ പ്രകാശിതരായി. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ എത്രയെല്ലാം അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം യോസേപ്പ് പിതാവിനെ പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം രൂപാന്തരപ്പെടും. നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി രൂപാന്തരപ്പെടും. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നുവെന്ന് തിരുവചനം പറയുമ്പോൾ ഒരു കൂട്ടായ്മയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ഒക്കെ വലിയ സന്ദേശം ആ കുടുംബം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാതാപിതാക്കൾ പരസ്പരം ദൈവത്തോട് ചേർന്ന് നിന്ന് മനസ്സിലാക്കിയപ്പോൾ കുടുംബത്തിൽ വളർന്ന കുഞ്ഞ് ദൈവമായിട്ട് തമ്പുരാന്റെ മുമ്പിൽ ജീവിക്കുവാനായിട്ട് നമ്മുടെ കുടുംബത്തിലും ഈ സാഹചര്യങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്ന് ഈ ക്രിസ്തുമസ് ദിനവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് പൂർവ്വപിതാക്കൾ വിശ്വാസത്തിൻ്റെ ചാലകശക്തികളായി ഇസ്രായേൽ ജനത്തിന് മാറിയതുപോലെ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന സാംസനും സഖറിയായും എലിസബത്തുമൊക്കെ തമ്പുരാന്റെ മുമ്പിൽ വിധേയപ്പെട്ട് ജീവിക്കുന്നതിനിടയ്ക്ക് പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും തമ്പുരാന്റെ മുമ്പിൽ തെറ്റുകൾ തിരുത്തി അടിയറവ് പറഞ്ഞ് ദൈവഭയത്തോടുകൂടെ ജീവിച്ചപ്പോൾ അനുഗ്രഹങ്ങളായി മാറി. നമുക്കും പൂർവ്വപിതാക്കളോട് ചേർന്ന് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോവിനും ദൈവം കൃപയായിട്ട് മാറിയത് തലമുറകൾക്ക് അനുഗ്രഹമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുകൾ പൊട്ടാൻ, നമ്മുടെ കുടുംബത്തിലെ എല്ലാ തകർച്ചകളും മാറാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ മഹത്വപ്പെടുത്തുക, അവിടുത്തെ പ്രീതിപ്പെടുത്തുക എന്നതാണ്. നമുക്കും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് പൂർവ്വപിതാക്കളോട് ചേർന്ന് അവിടുത്തെയും നമുക്ക് മഹത്വപ്പെടുത്താം. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന,
ഇസ്രായേലിൻ രാജനെ ആരാധന. അബ്രഹാമിൻ സന്തോഷത്തോടെ പാടാം, ആരാധന, ആരാധന. വിശ്വാസത്തോടെ പാടാം. യാക്കോബിൻ ദൈവമേ ആരാധന. ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന. ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന 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 ആരാധന. ഈ നിമിഷം ദൈവത്തിലുള്ള വിശ്വാസം അവർ ഏറ്റുപറഞ്ഞുകൊണ്ട് കാത്തിരുന്നതിൻ്റെ പ്രതീകമാണ് ഓരോ അനുഗ്രഹവും. അബ്രാഹവും സാറയും ദൈവത്തിനു മുമ്പിൽ കാലങ്ങൾ കാത്തിരുന്നു. സഖറിയായും എലിസബത്തും കാലങ്ങളോളം ദൈവത്തിനു മുമ്പിൽ കാത്തിരുന്നു. മനോവ ദമ്പതികൾ ദൈവത്തിനു മുമ്പിൽ കാത്തിരുന്നു. കാത്തിരുന്ന് ദൈവത്തിൽ നിന്നും മാറിപ്പോകാതെ അവരുടെ വിശ്വാസം സംരക്ഷിച്ചപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത അനുഗ്രഹം കാലങ്ങൾ അവരെ മഹത്വപ്പെടുത്തുന്നതിന് കാരണമായി തീർന്നു. ദൈവത്തിനുള്ള മഹത്വം ദൈവം മനുഷ്യരിലൂടെ തലമുറകളിലേക്ക് കൈമാറുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകളുണ്ടാകും. ദൈവത്തിന് മുമ്പിൽ എത്രയോ നിയോഗങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്, എത്രയോ പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നു, എത്രയോ നേർച്ചക്കാഴ്ചകൾ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ ചേർത്ത് വയ്ക്കുന്നു. പലപ്പോഴും ഉത്തരം നിരാശയായി മാറാറില്ലേ? ദൈവം ചോദിക്കുന്ന സമയത്ത് എടുത്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് ചിലപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഫലം നമ്മളിലൂടെ ചിലപ്പോൾ കിട്ടാറുണ്ടാവില്ല. അതുകൊണ്ടാണ് തമ്പുരാൻ നമുക്ക് വേണ്ടി ചില അനുഗ്രഹങ്ങൾ കാത്തുവയ്ക്കുന്നത്. ഞാൻ ദൈവത്തിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോൾ, കൂടുതൽ തമ്പുരാനിലേക്ക് ചേർന്ന് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുമ്പോൾ ദൈവം കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ എന്നെ അനുഗ്രഹിക്കും. വിശ്വാസം പതറാതെ ജോബിനെ പോലെ തമ്പുരാനോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധിയമ്മയും യൗസപിതാവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ദൈവം കൊടുത്ത അനുഗ്രഹത്തിൽ നിന്നും അടിപതറാതെ പരിശുദ്ധിയമ്മ വീണ്ടും ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ, ഈശോയുടെ കുരിശുമരണത്തിനും കൂട്ടായിട്ട് പരിശുദ്ധിയമ്മ ആശ്വാസമായി കുരിശിൻ കീഴ് നിന്നപ്പോൾ നമുക്കും ഈശോ പറഞ്ഞു തരികയാണ്, ഇതാ നിന്റെ അമ്മ. ആ അമ്മ ഒത്തിരിയേറെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യൗസപിതാവ് ഒത്തിരിയേറെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ധ്യാനിക്കേണ്ട മനുഷ്യജന്മങ്ങളാണ്. എല്ലാ ദിവസവും ദേവാലയത്തിൽ നാം ചെല്ലുമ്പോൾ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് വണങ്ങപ്പെടുന്ന യൗസപിതാവും പരിശുദ്ധ അമ്മയും നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു പോയവർ, ജീവിതത്തിലെ തിക്താനുഭവങ്ങളിൽ അതെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഗാഢമായി ദൈവത്തെക്കുറിച്ച് ഓർത്ത് ധ്യാനിക്കുവാനായിട്ട് ഈ മനുഷ്യജന്മങ്ങൾ നമുക്കും പ്രചോദനമേകുന്നുണ്ട്. ക്രിസ്മസ് കാലത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. ആട്ടിടയന്മാർ തമ്പുരാൻ്റെ അടുത്തേക്ക് കടന്നു വന്നത്, പൂജാരാജാക്കന്മാർ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയത്, ഈശോ ജനിച്ച സമയത്തും ഈശോയെ അറിഞ്ഞവർ ഒത്തിരി പേരുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എൻ്റെ മനോസ്ഥിതി എപ്രകാരമാണ്? ദൈവത്തെ കണ്ടിട്ടും ദൈവത്തെ കാണാതെ പോലെ നടക്കുന്ന ആ കാലഘട്ടത്തിലെ മറ്റു മനുഷ്യരെ പോലെയാണോ? അതോ ദൈവത്തെ കാത്തിരുന്നപ്പോൾ ദൈവം കൊടുത്ത പ്രകൃതിയുടെയും സൂചനകളുടെയും ലക്ഷണം മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിശ്വാസത്തിൽ ഓടിയെത്തിയവരാണോ? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ മനസ്സ് നമുക്ക് ചിന്തിച്ച് നോക്കിക്കൊണ്ട് ഈ നിമിഷം തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ കുറവുകളെല്ലാം നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. ഈ ഒരു വർഷം നമുക്ക് ഒത്തിരിയേറെ കുറവുകളുണ്ടായിട്ടുണ്ട്. ക്രിസ്മസോട് ചേർന്ന് പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വർഷം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് എങ്കിൽ
തമ്പുരാൻ്റെ ഈ ജന്മദിനത്തോട് ചേർന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഈശോയുടെ നേരെ നമ്മുടെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണ തോന്നണേ, എൻ്റെ മേൽ അലിവ് തോന്നണേ, ഞാൻ പാപിയാണ്. വിശ്വാസത്തോടുകൂടെ ഈ ഇരടുകളോട് ചേർന്ന് നിന്ന് നമുക്കും തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ മനസ്സിനെ ചേർത്ത് വയ്ക്കാം. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നമ്മുടെ അവസ്ഥ ദൈവത്തിന് മുമ്പിൽ അംഗീകരിക്കുന്നതാണ് അനുതാപം. വിശ്വാസത്തോടെ തമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ കുറവുകൾ ചേർത്ത് വെച്ച് നമുക്ക് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങളെയും കാര്യങ്ങളെയും എല്ലാം അഴിച്ചു കളയണമേ എന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ പുതിയൊരു മാറ്റം വരുത്തുവാൻ, പുതിയൊരു തീരുമാനമെടുക്കുവാൻ, വരുന്ന വർഷത്തേക്ക് ചില നീക്കിയിരിപ്പുകളും കരുതികളുമൊക്കെ വിശ്വാസത്തോടുകൂടെ തീരുമാനങ്ങളാക്കി എടുത്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുമെന്ന തീരുമാനമെടുത്തുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്ന ജയങ്ങൾക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സന്തോഷത്തോടെ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. സന്തോഷത്തോടെ ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഹല്ലേലൂയ. യേശുവേ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. ബോധ്യത്തോടെ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഹല്ലേലൂയ യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് സ്തുതിച്ചുകൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മാലാഖവർണ്ണങ്ങളോട് ചേർന്ന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഈ നിമിഷം നമുക്ക് ഒരുങ്ങാം. ഈ ക്രിസ്തുമസ് എൻ്റെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാകണം. പുതുവർഷം ഇന്നാണ് എൻ്റെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുത്തി ഞാൻ ആരംഭിച്ചു തുടങ്ങേണ്ടത്. ഈശോയുടെ ജന്മദിനത്തോട് ചേർന്ന് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ് ദൈവജനത്തെ ഒരുക്കി ഈശോയുടെ ജന്മദിനം മുതൽ ജീവിതത്തിന് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ച് ദൈവജനത്തെ ഒരുക്കിയതുപോലെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നൊരുങ്ങിയ നമ്മ ഓരോരുത്തരും നോമ്പിന്ന് തീർന്നത് ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമാകാതെ കർത്താവ് ഇനിയുള്ള കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എന്ന ബോധ്യത്തോടുകൂടെ ഈ ക്രിസ്തുമസ് എല്ലാ ദിവസവും ക്രിസ്തുമസ് പോലെ ആഘോഷിക്കാൻ എൻ്റെ രക്ഷകൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതെൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ തമ്പുരാനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുറവുകൾ നമുക്ക് പരിഹരിക്കാം. വീഴ്ചകൾ വന്നു പോകുമ്പോൾ തമ്പുരാനിലേക്ക് നമുക്ക് ഓടിയെത്താം. നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടെ തമ്പുരാനിലേക്ക് ഓടിയെത്തിയ പാവപ്പെട്ട മനുഷ്യരെ പോലെ എൻ്റെ ഹൃദയവും നിഷ്കളങ്കതയോടുകൂടെ തമ്പുരാനെ തേടുവാനും മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കട്ടെ. നമുക്ക് തമ്പുരാൻ്റെ ആശീർവാദത്തിന് വേണ്ടി മുട്ടുകുത്തി വിശ്വാസത്തോടെ തമ്പുരാൻ്റെ ആശീർവാദം എൻ്റെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളെയും കെട്ടുകളെയും പൊട്ടിക്കുമെന്ന വിശ്വാസത്തിൻ്റെ ബോധ്യം ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നതപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നതപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന